41 ദിവസത്തെ വ്രതം നോറ്റുവരുന്നവർ ശരീരത്തിൽ മാത്രമല്ല മനസ്സിൽ നിന്നും മാലിന്യങ്ങളെല്ലാം നീക്കി അവയെല്ലാം ഒഴുക്കിക്കളഞ്ഞ് കാനനവാസന് മുന്നിൽ എത്തി സർവവും അവിടെ സമർപ്പിച്ച് മോക്ഷം തേടുന്ന അയ്യപ്പ ഭക്തന് മുന്നിൽ വളരെ വൈകാരികമായ ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു വാർത്തയാണ് ഇനി കൊണ്ടുവരുന്നത്. ഒരു വർഷം ശബരിമലയിൽ മേൽശാന്തിയായുള്ള അനുഭവം ജനം ടി വിയുമായി പങ്കുവയ്ക്കുകയായിരുന്നു PN മഹേഷ് നമ്പൂതിരി. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അയ്യപ്പൻ ഒരിക്കലും കൈവിടില്ലെന്ന് മഹേഷ് നമ്പൂതിരി പറഞ്ഞു. കണ്ഠമിടറിയും കണ്ണു നിറഞ്ഞും മാത്രമേ അയ്യൻ്റെ തിരുസന്നിധിയിലെ പൂർവ്വജന്മ പുണ്യം പകരുന്ന ആ ദിവസങ്ങളെക്കുറിച്ച് PN മഹേഷ് നമ്പൂതിരിക്ക് വിവരിക്കാനാകൂ. അരുൺ കൊടുങ്ങൂരുമായി അദ്ദേഹം ഇന്നലെ പടിയിറങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചു. നമുക്കതൊന്ന് കാണാം. ഒരു നിമിഷമെങ്കിലും ഒരു നോക്കെങ്കിലും ഭഗവാൻ സ്വാമി അയ്യപ്പനെ കാണാൻ കൊതിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഒരു വർഷമായി അയ്യപ്പനൊപ്പം അയ്യപ്പൻ്റെ സേവകനായി മണ്ഡല മകരവിളക്ക് പൂജ വേളകളിലെല്ലാം തന്നെ അയ്യപ്പൻ്റെ പൂജകൾക്ക് നേതൃത്വം നൽകിയ മേൽശാന്തിയാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തായാലും മലയിറങ്ങുകയാണ് കഴിഞ്ഞ ഒരു വർഷം. അത് ജീവിതത്തിൽ ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു. അങ്ങ് പറഞ്ഞപ്പം പൂർവ്വജന്മ സുഹൃതം എന്നാണ് അന്ന് നമ്മൾ ഇൻ്റർവ്യൂ എടുത്തപ്പം പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്? നമസ്കാരം, സ്വാമി ശരണം. പറഞ്ഞ പോലെ ഞാൻ PN മഹേഷ് നമ്പൂതിരി, ശബരിമല മേൽശാന്തി. തീർച്ചയായിട്ടും ഈ ഒരു വർഷ കാലത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ജന്മത്തിലെ ഒരു സുഹൃതമായിട്ട് തന്നെ കരുതുന്നു. കാരണം പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ആളുകൾ മണ്ഡല ഈ തീർത്ഥാടന കാലത്ത് പിന്നെ മാസപൂജ അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ലോകത്തെ നാനാഭാഗത്തു നിന്നും വിവിധ തരത്തിലുള്ള ആളുകൾ, ഇനി അത് ഇപ്പം അംഗവൈകല്യം അങ്ങനെ എന്താ പറയുക, ഈ അസുഖങ്ങൾ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു നോക്ക് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു സെക്കൻഡെങ്കിലും ആ നടക്കെ ഒന്ന് നിൽക്കുക എന്ന മോഹവുമായി വരുന്ന ആളുകൾ. ഇപ്പോൾ നമ്മൾ പൂജ കഴിക്കാനൊക്കെ അകത്ത് കയറുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരേ തരത്തിലുള്ള ആളുകൾ അവരുടെ ഉള്ളിലെ ആ ഭാവവും ഇതുമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയസ്പർശിയമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ അംഗവൈകല്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അതൊന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് ഒരു സെക്കൻഡെങ്കിലും അയ്യപ്പനെ കാണണം എന്നുള്ള വളരെയധികം ആഗ്രഹത്തോടെ, അതും ദൂരങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്നല്ല, ഈ മറ്റ് സ്റ്റേറ്റിൽ നിന്നല്ല, ഇന്ത്യയുടെ വെളിയിൽ നിന്ന് തന്നെ ഉള്ള ആളുകൾ ഇത് മാത്രം ചിന്തയായിട്ട് ഈ അയ്യപ്പ മന്ത്രം ജപിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ച അത് വളരെയധികം ഒരു ഹൃദയസ്പർശിയായിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞതുപോലെ ആദ്യം വന്ന് ഈ മണ്ഡലം ആദ്യം മേൽശാന്തിയായിട്ട് നിയമനം കിട്ടുന്ന, അത് കഴിഞ്ഞ് തന്ത്രി കലശാടി അവരോധിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ആ ശ്രീകോലകത്തേക്ക് കയറുന്ന ആ സമയം ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ആളുകളുടെ മനസ്സിലൂടെ കടന്നു പോവാണ്. കാരണം അവർക്ക് ആ വെളിയിൽ നിന്ന് തൊഴുത് അവര് ഈ വളരെയധികം ആനന്ദം, ഒരു സെക്കൻഡാണെങ്കിലും അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഭാഗ്യത്തെ കുറിച്ച് ശ്രീകോലകത്തിരുന്ന് വളരെയധികം ചിന്തിച്ചിട്ടുണ്ട് പല സമയത്തും. അതുപോലെ ഇപ്പോൾ ഇവിടുത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ഡല സീസൺ അത് കഴിഞ്ഞ് മാസപൂജ ഇതെല്ലാം കഴിഞ്ഞ് തനിയായിരിക്കണ സമയത്ത്, തനിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട സെക്യൂരിറ്റി മറ്റ് ആളുകൾ മാത്രമേ കാണുള്ളൂ. മറ്റ് ബഹളങ്ങളോ യാതൊന്നും ഇല്ലാണ്ട് പ്രകൃതി രമണീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഈ യോഗനിദ്രയിൽ അങ്ങനെ ഇരിക്കുന്ന അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുത്ത സ്ഥലം ഏതുകൊണ്ടും നമുക്ക് അനുഭവത്തിൽ വരികയാണ്. കാരണം മറ്റ് ശല്യങ്ങളൊന്നുമില്ല, പ്രകൃതി തന്നെ അതിനു വേണ്ട എല്ലാം ഒരുക്കി തന്നിരിക്കുന്നത് പോലെ. ഇപ്പോൾ എളുപ്പകാലത്തൊക്കെ ഇപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ ഈ കുയില് അല്ലെങ്കിൽ ചില കിളികളുടെ ശബ്ദങ്ങൾ, അവരും വാസ്തവത്തിൽ ഈ പറഞ്ഞതുപോലെ ദിവസവും ഈ നട തുറന്ന് പൂജകളുള്ള അമ്പലങ്ങളിൽ നിർമ്മാല്യത്തിന് മുമ്പ് ഈ പറഞ്ഞ പോലെ സോപാനം അഷ്ടപതി പാടി ഭഗവാനെ ഉണർത്തുന്നു എന്ന് പറഞ്ഞതുപോലെ അവരുടെ ആ ഭാവനയിൽ ഈ കിളികളും എല്ലാം ആ ഭഗവാനെ യോഗനിദ്രയിലിരിക്കുന്ന ആ ഭഗവാന് അത് എന്താ പറയുക, സംഗീതം ഇതെല്ലാം കേട്ട് അങ്ങ് ലയിക്കണു നമ്മളെന്ന് പറഞ്ഞതുപോലെ ആ യോഗനിദ്രയ്ക്ക് യാതൊരു ഭംഗവും വരാതെ അതിന് കൂടുതൽ പ്രചോദനമായിട്ട് അവരുടെ രീതിയിൽ അവരും ഇപ്പോൾ അണ്ണാർക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ പ്രകൃതി മുഴുവൻ. അതുപോലെ ചില സമയത്ത് ചില ദിവസങ്ങളിൽ കോടമഞ്ഞ അങ്ങോട്ട് നിറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഹിമാലയം അങ്ങനെയൊക്കെ പോലെയുള്ള സ്ഥലത്താണോ എന്നുവെച്ചാൽ മറ്റൊരു
ചിന്തകളും വരാനുള്ള ഇതിന്റെ ഈ പ്രകൃതിയും പിന്നെ ഭഗവാനും നമ്മൾ മാത്രം എന്നുള്ള ഒരവസ്ഥ അങ്ങനെ ചിന്തിച്ചിരിക്കുക. അത് വാസ്തവത്തിൽ ഈ പറഞ്ഞതുപോലെ വളരെ ശൂന്യമായ ഒന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഈ നമ്മുടെ ഇത് ഗൃഹസ്ഥനാണെങ്കിൽ പറയേ വേണ്ട ഓരോരോ ജോലി തിരക്ക് മറ്റ് പ്രാരബ്ധങ്ങള് ഈ ചിന്തകൾ യാതൊന്നും ഇതുപോലെ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് നമ്മളൊരു പ്രത്യേക അവസ്ഥയിൽ എന്ന് തോന്നുന്ന പോലെ അങ്ങനെയുള്ള ഈ അനുഭവങ്ങൾ പിന്നെ ഈ ഭഗവാന് ഈ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ പുണ്യം എല്ലാ സമയത്തും എന്ന് പറഞ്ഞ പോലെ. കാരണം പറഞ്ഞില്ലേ, ഇതിപ്പോ ഈ അടുത്തിടെ തന്നെ ഇതിപ്പോ ഈ വാട്സാപ്പിൽ ഇതൊക്കെ വന്നതാണ്. 2 കൈയും ഇല്ലാത്ത ഒരാള് അദ്ദേഹം ഈ കെട്ടൊക്കെ ഈ ഇത് കൊണ്ട് തുണി കൊണ്ട് കെട്ടി അങ്ങനെ ആ കെട്ട് തലയിൽ വെച്ച് അങ്ങനെ എന്നിട്ട് അതില് ആ താഴ്ത്ത് ഈ ചോദിച്ചിരിക്കുന്ന കാര്യം വളരെ ഹൃദയസ്പർശിയാണ്. അദ്ദേഹം എന്തായിരിക്കും ഈ അയ്യപ്പനോട് ചോദിക്കുക. അത് വളരെ അത് തന്നെയാണ് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരുപാട് അനുഭവങ്ങൾ. ഖണ്ഡങ്ങൾ ഇടറി മാത്രമേ അങ്ങക്ക് പറയാൻ കഴിയൂ. ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിയ ഒരുപാട് പാഠങ്ങൾ, അതോടൊപ്പം തന്നെ ഭഗവാനും അങ്ങയും തന്നെയുള്ള ഒരുപാട് നിമിഷങ്ങൾ. ആ നിമിഷങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യങ്ങൾ അങ്ങക്ക് എങ്ങനെയാണ് ഇവിടെ അനുഭവപ്പെട്ടത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ മറ്റേ ഈ എന്താ പറയാ ഓരോ കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി ഭഗവാൻ ഈ പാകപ്പെടുത്തി എടുക്കുന്നതെന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിലെ ഈ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മാറി ആശ്രയം ഞാൻ തന്നെയാണ്, കൂടെയുണ്ട് എന്ന ഒരനുഭവം തീർച്ചയായിട്ടും എല്ലാ സമയങ്ങളിലും ഈ പറഞ്ഞതുപോലെ മറ്റ് ചിന്തകളൊന്നും ഇല്ലാണ്ട് അയ്യപ്പനും നമ്മൾ മാത്രം എന്നുള്ള രീതിയിൽ ഭഗവാന്റെ വാക്കുപോലെ തന്നെ തത്വമസി എന്ന് പറയുന്ന പോലെ ഞാനും നീയും ഒന്ന് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കാടിന്റെ നടുക്കാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള അനുഭവം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ഭയം അല്ലെങ്കിൽ മറ്റേ ഇതൊന്നും വേണ്ട, കൂടെയുണ്ട്. അതുപോലെ തന്നെയാണ് ഭക്തനും ഭഗവാനും ഒന്ന് എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്രം തന്നെയാണല്ലോ. അപ്പോൾ അതിന്റെ പ്രത്യക്ഷത്തില് ആ ഭഗവാൻ കാണിച്ചു തരികയാണ്. മറ്റ് യാതൊരു ഭയത്തിന്റെയും ആവശ്യമില്ല. ഇവിടെ വന്ന് ഈ പറഞ്ഞതുപോലെ ധ്യാനം ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ എന്നിൽ എത്തിച്ചേരാം, അല്ലെങ്കിൽ എൻ്റെ ധർമ്മം പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ കൂടെ നിന്ന് പ്രചോദനമുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ അനവധി ഈ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇറങ്ങുന്ന ഈ വേളയിൽ, പടിയിറങ്ങുന്ന ഈ ഒരു വേളയിൽ ഭക്തരോട്, പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും ആദ്യം സൂചിപ്പിച്ച പോലെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം, പരദേവതാ പ്രസാദം, ഇഷ്ടദേവതാ പ്രസാദം, അതുപോലെ അനേകമായിട്ടുള്ള മഹത്തുക്കളായ സജ്ജനങ്ങളുടെ പ്രാർത്ഥന, ഇതിൻ്റെ എല്ലാം ഫലമാണ് തീർച്ചയായിട്ടും ഈ ഉള്ളവനും ഈ പീഠത്തിൽ ശാന്തിയായിട്ട് 1 വർഷക്കാലം. പിന്നെ അതുകൂടാണ്ട് സർവോപരി ജഗദീശ്വരനായിട്ടുള്ള കലിയുഗവരതനായ ശ്രീധർമ്മശാസ്താവിന്റെ നിശ്ചയം തന്നെയാണ്. അതിന് കാരണം പറഞ്ഞില്ലേ, ഇപ്പൊ ഓരോ വർഷവും ഇപ്പൊ ഈ ആദ്യത്തെ നറുക്ക് അല്ലെങ്കിൽ 5ാമത്തെ നറുക്ക് അല്ലെങ്കിൽ ഇപ്പൊ 10 തവണയായി കൊടുക്കണു, 11ാമതാണ് ഇത്. അങ്ങനെ നമ്മൾ അതിന്റെ എണ്ണം പിടിക്കുക അതിന്റെ ആവശ്യമില്ല. സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയാണ് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ആള് തന്നെയാണ് എന്നുള്ളത് ഓരോ വർഷവും ഊട്ടി ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ കിട്ടാത്ത ആളില് വിഷമിക്കേണ്ട കാര്യമില്ല, കിട്ടിയ ആളില് അധികം ഞാനാണ് അങ്ങനെ ഇത് അഹങ്കരിക്കേണ്ട കാര്യമില്ല. കാരണം ഭഗവത് നിശ്ചയങ്ങളാണ്. അപ്പൊ ഇതുപോലുള്ള ഈ പാദസേവ ചെയ്യാനുള്ള ഈ അവസരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുക, അതിനു വേണ്ടി ഈ ഭഗവാനെ ആശ്രയിക്കുക. അതുപോലെ ഭക്തജനങ്ങളോട് പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ യാതൊന്നും വിചാരിക്കേണ്ട, പല ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അത് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങോട്ട് പമ്പയിലേക്ക് ഇറങ്ങുമ്പോൾ അധികം ഇറക്കമാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഒക്കെ മല കയറുവാണ്. അപ്പോൾ ഒരു കയറ്റം ഇറക്കം എന്ന് പറഞ്ഞതുപോലെ അത് ഭൂമിയുടെ അല്ലെങ്കിൽ ഏത് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ സ്വഭാവമാണ് 2 തരത്തിലുള്ളത് എന്നുള്ളത്, നന്മ തിന്മ എന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ നമ്മുടെ ധർമ്മം ഭഗവാൻ പറഞ്ഞിരിക്കുന്ന സത്യമായിട്ടും നീതി മറ്റു കാര്യങ്ങളിലൂടെ ഉറച്ച വിശ്വാസത്തോടെ സേവിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ ആ വാക്യം അത് തന്നെയാണല്ലോ. 18 പടി കയറി വന്ന് വാസ്തവത്തില് ആ തത്വമസി എന്നുള്ള വാക്യം ഈ പറഞ്ഞ പോലെ മറ്റു ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തിന്റെ നിയമം ഒന്നാണെങ്കിലും ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുമല്ല പ്രത്യക്ഷ അനുഭവങ്ങൾ എത്ര പേർക്ക്. സംശയിക്കേണ്ട, നിന്റെ ഉള്ളിലും ഞാൻ തന്നെയാണ്, ഇത്ര വിഷമമായി ഇങ്ങനെ നടന്നു വന്ന് എന്നൊക്കെ
നമുക്ക് തോന്നണമെങ്കിലും ആ 18 പടി കയറി വന്ന് ആ വാചകവും ഭഗവാനെയും കാണുമ്പോൾ നമ്മൾ സകലതും മറക്കുവാണ്. അപ്പോൾ അതിന്റെ പൊരുൾ ഇത് തന്നെയാണ്. രണ്ടിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. അത് എവിടുന്ന് പുറപ്പെട്ടോ അവിടെ തന്നെ ലയിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന രീതിയിലാണ് ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന ഭഗവാൻ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണിച്ചു തരാണ്. ഭക്തജനങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഭഗവാനെ ആശ്രയിച്ച് കാത്തിരിക്കുക. അതിന്റെ അനുഗ്രഹം തീർച്ചയാണ്. ശരി, അത് തന്നെയാണ്. കണ്ണുകൾ നിറയാതെ കണ്ടങ്ങൾ ഇടറാതെ ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അത്ര വൈകാരികമായ ഒരു വർഷമാണ് കഴിഞ്ഞു പോയത്. എന്തായാലും പൂർവ്വജന്മ സുഹൃത്തമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യം കൂടി. കാരണം അത്ര പുണ്യം ചെയ്ത ഒരു ജന്മം ഭഗവാനൊപ്പം ഒരു വർഷം നിൽക്കുക എന്നുള്ള ഏറ്റവും പവിത്രമായ ഏറ്റവും ധന്യമായ ആ മുഹൂർത്തത്തിൽ നിന്നാണ് പടിയിറക്കുന്നത്. എന്തായാലും ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയൊരു അനുഭവം തന്നെയാണ് സ്വാമി അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ നിന്നും അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നിന്നും ഈ മേൽശാന്തിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അത് തന്നെയാണ് അദ്ദേഹം പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കും. ക്യാമറമാൻ അനീഷിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം സന്നിധാനം.